പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യത്തിൽ നീക്കും തന്നെ ആമേൻ. എത്രയും സ്നേഹമുള്ള മാത്യു തോമസ് അച്ഛൻ, പ്രിയ സെൻറ്റ് മേരീസ് ഗൂഡല്ലൂർ ഇടവകാംഗങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു. Acha, I just wanted to make this as a personal conversation based on a gospel passage, as a Christmas message too. പക്ഷേ അതുകൊണ്ട് ഇത് വളരെ പേഴ്സണൽ ടച്ചോടുകൂടിയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രസംഗം എന്നുള്ള നിലയിലല്ല. ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ കൈവശം ഞാൻ ഉപയോഗിക്കുന്നത്, അച്ഛന് അറിയാമല്ലോ, ഞാൻ NRSV ബൈബിളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെയോ അതല്ലെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങളാരെങ്കിലും ഇതൊന്ന് വായിക്കണം, മലയാളത്തിലൊന്ന് വായിച്ചാൽ ഉപകാരമായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെല്ലുവാണ്. അവിടെ മാർത്തയുടെ വീടാണ്. മാർത്തയും സഹോദരി മറിയവുമുണ്ട്. മറിയം, മേരി, who sat at Lord's feet and listened to what he was saying. കർത്താവിൻ്റെ പാദത്തിങ്കൽ ഇരുന്നു കൊണ്ട് കർത്താവ് പറയുന്നത് എന്താണെന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. മാർത്ത എന്താണ് ചെയ്യുന്നത്? മാർത്ത വാസ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഹെർ മെനി ടാസ്ക്സ്. സോ ഷീ കെയിം ടു ഹിം ആൻഡ് ആസ്ക്ഡ്, ലോർഡ്, ഡു യു നോട്ട് കെയർ ദാറ്റ് മൈ സിസ്റ്റർ ഹാസ് ലെഫ്റ്റ് മീ ടു ഡു ഓൾ ദ വർക്ക് ബൈ മൈസെൽഫ്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതയാണ് മാർത്ത എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാർത്ത വന്നിട്ട് കർത്താവിനോട് ഒരു കംപ്ലൈൻറ്റ് പറയുകയാണ്. എന്താണ് പറയുന്നത്? എൻ്റെ സഹോദരി എന്നെ തനിച്ചാക്കി, ജോലി ചെയ്യുന്നതിന് വേണ്ടി തനിച്ചാക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഡു യു നോട്ട് കെയർ ദാറ്റ് മൈ സിസ്റ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു റെക്കമെൻഡേഷനും കൂടെ പറയുന്നുണ്ട്. ടെൽ ഹെർ ദെൻ ടു ഹെൽപ്പ് മീ. എന്നെ ഒന്ന് സഹായിക്കാൻ അവളോട് പറയാൻ പറയും. കർത്താവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് പറയാണ്, മാർത്ത, മാർത്ത, യു ആർ വെറീഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ബൈ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങളിൽ നീ വ്യാപൃതയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറീഡാണ്, ഡിസ്ട്രാക്റ്റഡാണ്, ശ്രദ്ധ പതറുന്ന അവസ്ഥയിലാണ്. ദർ ഈസ് നീഡ് ഓഫ് ഓൺലി വൺ തിങ്. ഒരൊറ്റ കാര്യം മതി എന്നാണ് പറയുന്നത്. ഡിസ്ട്രാക്റ്റഡ് ബൈ മെനി തിങ്സ്. അതിനകത്ത് എൻ്റെ വിവർത്തനത്തിനകത്ത് നിന്നൊരല്പം വ്യത്യസ്തമായിട്ട് പഴയ മാനുസ്ക്രിപ്റ്റുകൾക്കകത്ത് പറയുന്നത്, ഫ്യൂ തിങ്സ് ആർ നെസസറി ഓർ ദർ ഇസ് നീഡ് ഓൺലി വൺ തിങ്. അല്പമേ വേണ്ടൂ എന്നാദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നു, അല്ല, ഒന്ന് മതി, നീ ഇങ്ങനെ വിഷമിക്കാതെ, അല്പമേ വേണ്ടൂ, അതല്ലെങ്കിൽ വേണ്ട, ഒന്ന് മതി. മറിയ നല്ല പങ്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹാസ് ചോസൺ ദ ബെറ്റർ പാർട്ട് വിച്ച് വിൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം ഹർ. അത് അവളിൽ നിന്ന് ആർക്കും അപഹരിക്കുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. മാർത്ത എന്ത് തെറ്റാണ് ചെയ്തത്? മാർത്തയ്ക്ക് അവിടെ ഒരാൾ അതിഥിയായി വീട്ടിൽ വരുന്ന സമയത്ത് അത്യാവശ്യം പരിചരണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, ആതിഥേയ മര്യാദകൾ കാണിക്കണം. ഇതൊന്നും നമുക്ക് തെറ്റ് പറയുവാനായിട്ട് സാധ്യമാവത്തില്ലല്ലോ. അതൊക്കെ വളരെ സഹജമായി ചെയ്യേണ്ട നന്മകളല്ലേ. അപ്പം മാർത്തയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് കുഴപ്പം വരുന്നത്? നമുക്കിത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ കർത്താവ് പക്ഷേ വളരെ ശ്രദ്ധയോടെ പറയുന്ന, നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ചില സംഗതികൾ അതിനകത്തുണ്ട്. അതായത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ പതറിപ്പോകുന്ന, ഡിസ്ട്രാക്റ്റഡാണ്, ആൻസൈറ്റി, വ്യസനിക്കുകയും വ്യാകുലപ്പെടുകയും വേദനിക്കുകയും
ഒക്കെ ചെയ്യുന്ന അവസ്ഥ, ജീവിതത്തിൻ്റെ ഒരു അവസ്ഥാന്തരത്തെ സംബന്ധിച്ചാണ് അവിടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അല്പം മതി എന്ന് പറയുന്നത് പരസ്പര ധാരണയും സ്നേഹവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, പരസ്പരം നമുക്കറിയാമെങ്കിൽ പിന്നെ അല്പമേ വേണ്ടൂ. അതിനകത്തൊരു സംതൃപ്തിയുണ്ട്. നമ്മൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ധാരണകളുണ്ടെങ്കിൽ അല്പം മാത്രം മതിയെന്ന് പറയാം. അതുമാത്രമല്ല, രണ്ടാമതായി അതൊരു പരസ്പരമായ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ മാത്രം ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, അതിനും അപ്പുറത്തായി വീണ്ടും ഒരു പടി കൂടി കയറ്റിയാണ് കർത്താവ് പറയുന്നത്. അതായത് ഒന്ന് മതി എന്ന് പറയുന്നത്. എന്താണ് ആ ഒന്ന്? പലപ്പോഴും നമ്മളുടെ ചിന്തയിലും ആലോചനയിലും ഒന്നും സർവ്വസാധാരണമായി വരാത്ത ഒരു കാര്യമാണ് ഈ ഒന്ന് മതി എന്ന് പറയുന്നത്. എന്താണെന്ന്? അത് നിത്യജീവനാണ്. അത് മറിയ കണ്ടെത്തുകയും അത് അവൾ നല്ല പങ്ക് കണ്ടെത്തി അവളിൽ നിന്ന് ആരും അത് അപഹരിക്കുകയില്ല എന്ന് കർത്താവ് ഉറപ്പുകയാണ്. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അതിനൊരുപാട് പ്രായോഗികമായ മാനമുണ്ട്. നമ്മുടെ ഒരുപാട് ആശങ്കകൾ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്കിവിടെ ഒരു ഉത്തരമാണ് കിട്ടുന്നത്. വി മൈറ്റ് ബി ഫാർ ടു മച്ച് സ്ട്രെസ്ഡ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ്. ആൻസൈറ്റി, വി മേ ബി ഹാവിങ് ആൻസൈറ്റി ഇൻ അവർ ഹാർട്ട്. ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റിയും നമുക്കുണ്ടാവും. അവിടെ നമുക്ക് അത് ആവശ്യമില്ല എന്ന് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് അല്പം മതി. സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വി ഷുഡ് നോട്ട് ബി ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് മെനി തിങ്സ് ഇൻ ലൈഫ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് പതറിപ്പോകാതെ ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായി എനിക്ക് പ്രിയ സഹോദരങ്ങളോട് ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ഒരു കാര്യം ഇതിൻ്റെ മൂലഭാഷയിലുള്ള ഒരു വാക്കാണ്. ഡിസ്ട്രാക്ഷൻ, വെറീഡ് അബൌട്ട് മെനി തിങ്സ് എന്നുള്ളതിന് കർത്താവ് ഉപയോഗിക്കുന്നൊരു പദം മെറിംനാവോ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. ആ പദം വളരെ ശ്രദ്ധേയമായ പദമാണ്. അതായത് അത് പുതിയ നിയമത്തിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന് പാർട്ട് ഓഫ് ദ ഹോൾ എന്നാണ്. പാർട്ട് ഓഫ് ദ ഹോൾ. എന്താണ് പാർട്ട് ഓഫ് ദ ഹോൾ എന്ന് പറയുന്നത്? അതായത് ബൃഹത്തായ വലിയൊരു ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം, വലിയൊരു സംഭവത്തിൻ്റെ ചെറിയൊരു ഭാഗം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനെയാണ് വെറിയഡ്, ഡിസ്ട്രാക്റ്റഡ്, വെറിയഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, വിവർത്തനം ചെയ്തിരിക്കുന്നത്. വേവലാതി പൂണ്ട്, ആകാംക്ഷപ്പെട്ട്, മനുഷ്യൻ്റെ പ്രഷർ ലെവൽ, സ്ട്രെസ് ലെവലെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. എന്താണ്? ഗ്രാൻഡ് സ്കെച്ച്, വലിയൊരു ചിത്രം. നമുക്കിതിൻ്റെ ദൈവിക പദ്ധതിയുടെ വലിപ്പത്തെ സംബന്ധിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക. പലപ്പോഴും നമ്മളുടെ ആകാംക്ഷയുടെയും വേവലാതികളുടെയും ആകുലതകളുടെയും ആശങ്കകളുടെയും ഒക്കെ കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. പാർഷ്യൽ നോളജ്. ബൃഹത്തായ ഒരു ചിത്രം നമുക്ക് ഇല്ലാതെയായി പോകുന്ന അവസ്ഥ, അതൊരു ദുരന്തമാണ് ജീവിതത്തിൽ. അത് നമ്മൾക്ക് എപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളോട് ചിന്തിച്ചത് എന്തെല്ലാമാണ്? ഒന്ന്, സംതൃപ്തി ഉണ്ടാകുന്ന ജീവിതത്തിൽ. അത് സുവിശേഷത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ജീവിതധർമ്മമാണ്. കർത്താവ് മനുഷ്യനായി അവതരിച്ചതിലൂടെ, ദൈവം മനുഷ്യനായി അവതരിച്ചതിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് ജീവിതത്തിൻ്റെ സംതൃപ്തി എന്താണ് എന്നുള്ളത്. കാരണം പ്രത്യേകിച്ച് ജനനപ്പെരുന്നാളിൻ്റെ നോമ്പ് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ദൈവം മനുഷ്യനായി അവതരിച്ചു. മഹത്വപൂർണമായ സംഭവമാണ്. ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ, സൃഷ്ടിയുടെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി തീർന്ന സംഭവമാണ്. പക്ഷേ അവിടെ അതൊരു ദുരന്തപൂർണമായ അനുഭവങ്ങളായിരുന്നു. അതിനോട് ചേർന്ന് നിന്ന് നമ്മൾ ഈ ജോസഫിനും മറിയത്തിനും ഉണ്ടായ ആശങ്കകൾ എത്ര വലിയതായിരുന്നു. മാത്രമല്ല, എത്രയോ മാതാപിതാക്കൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന സംഭവം വരെ ഉണ്ടായി. അതൊക്കെ സുവിശേഷത്തിൽ പറയുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എത്ര വലിയ ആശങ്കകളുണ്ടായി. പക്ഷേ ഇത് മനുഷ്യാവതാരം എന്ന് പറയുന്ന മഹത്തരമായ സംഭവം
ഇന്ന് സമാധാനമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറുപുറത്തുണ്ടാകുന്ന വേദനകൾ എത്ര വലിയതായിരുന്നു. അപ്പോൾ എത്ര തീവ്രമായ വേദനകൾക്ക് മധ്യത്തിലാണെങ്കിലും സമാധാനം ആവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഈ മനുഷ്യാവതാര പെരുന്നാൾ, ജനന പെരുന്നാളിനോട് ചേർന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, അടഞ്ഞ വാതിലുകളുടെ മുൻപിൽ നിൽക്കുന്ന അവസരത്തിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ തകർന്നുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരങ്ങളിൽ പോലും നമ്മൾക്ക് വിശ്വസിക്കുവാൻ, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉറപ്പോടുകൂടി വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. എന്ത്? ദർ ഇസ് എ ഗ്രാൻഡ് സ്കെച്ച് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ മറിയത്തിനും ജോസഫിനും ഇതൊന്നും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നില്ല. മറിയെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പ്രവാചകനായ ശിമെയോൻ പറയുമ്പോഴും, വൃദ്ധനായ ശിമെയോൻ പറയുമ്പോഴും അവളത് ഉള്ളിൽ സംഗ്രഹിക്കുക ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന ആ ശ്രേഷ്ഠ മാതൃക മാതാവിൽ കണ്ടതുപോലെ നമുക്കും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിലെ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, പരാജയങ്ങൾ, നമ്മളെ ആകുലതപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ, അതെല്ലാം നമ്മളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ടണൽ വിഷൻ എന്ന് നമ്മൾ പറയുന്ന സംഗതി മാത്രം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ബൃഹത്തായ അർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന സംഭവം ചെറിയ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ പ്രശ്നങ്ങൾ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കാതെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളുടെ പ്രയാസം, നമ്മൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ബൃഹത്തായ ഒരു പദ്ധതിയുടെ മുൻപിൽ അത് നിസ്സാരമായി കാണുവാനും, ചിലപ്പോൾ ഈ കഷ്ടപ്പാടുകൾ വലിയ രക്ഷയുടെ, മറ്റു പലർക്കും രക്ഷയ്ക്കും സന്തോഷത്തിനും കാരണമാകുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഒരുപക്ഷെ കടന്നു പോകേണ്ട ചില ബുദ്ധിമുട്ടുകൾ ആണ് എങ്കിൽ അതിനെ മനസ്സാ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയേണ്ടതില്ലേ. അതുകൊണ്ട് ലെറ്റ് us not worried and distracted with the many things in life. Let us be contented in our heart. ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് പതറിപ്പോകാതെ, വ്യാകുലപ്പെടാതെ നമ്മൾക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനമായി. അവിടെയാണ് കർത്താവ് പറയുന്നത്, മറിയ നല്ല പങ്ക് കണ്ടെത്തിയത്. അതെവിടെയാണ്? എവിടെയാണ് ആ നല്ല പങ്ക്? ഈ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, മേരി ഹു സാറ്റ് അറ്റ് ലോർഡ്സ് ഫീറ്റ് ആൻഡ് ലിസൺഡ് ടു വാട്ട് ഹി വാസ് സെയിങ്. പാദത്തിങ്കലിരുന്നു എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണമായൊരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഈ ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ ഉള്ള വൺ ഓഫ് ദ സേക്രഡ് സ്ക്രിപ്ചേഴ്സ്, ഉപനിഷത്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, അറിവുള്ളവർക്ക് അത് തിരുത്താവുന്നതാണ്. ടു സിറ്റ് നിയർ എന്നുള്ള അർത്ഥമുണ്ട്, അടുത്ത് വന്നിരിക്കുക എന്നുള്ളത്. അതൊരു ഗുരു ശിഷ്യ ബന്ധമാണ്. അത് നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ ചില പ്രകാശങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലൊരു പദം കൂടിയുണ്ട് മലയാളത്തിൽ, പാദാന്തികെ എന്ന് പറയും. മാത്രമല്ല പാദം ശരണം എന്നും പറയാറുണ്ട്. നമ്മളുടെ പല ഗാനങ്ങളിലും ഉപയോഗിക്കുന്ന പദങ്ങളാണ്, ശൈലീ പ്രയോഗങ്ങളാണ്. ഇവിടെ നമ്മൾ മറിയെ നല്ല പങ്കെന്ന് പറയുന്നത് കർത്താവിൻ്റെ പാദമാണ്. പാദാന്തികെ ഇരിക്കുക, പാദം ശരണമാക്കുക എന്നുള്ളത് വലിയൊരു കണ്ടെത്തലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവിടുത്തെ പാദങ്ങളിൽ ചുംബിച്ചാൽ മതി. നമ്മുടെ ഓരോ കുമ്പിടിയിലും അത് തന്നെയാണ്. നമ്മുടെ ജീവിതം അതാക്കി മാറ്റിയാൽ മതി. അതുകൊണ്ട് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് ഈ പാദം ശരണമാക്കിയാൽ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ മതി. അത് നമ്മൾ വേറെ ആരോടും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആണിപ്പാടുള്ള അവിടുത്തെ പാദങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ആ പാദത്തിങ്കലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടാവും. നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് പലതല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടാവും, പലതല്ല. അതുകൊണ്ട് മേരി ഹാസ് ചോസൺ ദ ബെറ്റർ പാർട്ട് വിച്ച് വിൽ നോട്ട് ബി ടേക്കൺ അവേ ഫ്രം ഹർ എന്ന് കർത്താവ് ഉറപ്പോടുകൂടി പറയുന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും
അതൊരു യാഥാർത്ഥ്യമാണ്. ലെറ്റ് us നോട്ട് ഹാവ് പാർഷ്യൽ നോളജ് ആൻഡ് പാർട്ട് പിക്ചേഴ്സ് ഓഫ് ദ ഹോൾ. വലിയ ബൃഹത്തായ ചില പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതം എന്ന് നമുക്ക് കണ്ടാൻ കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബം മാത്രം ഉൾക്കൊള്ളുന്നതല്ല നമ്മുടെ ജീവിതം. വലിയ പദ്ധതിയുടെ വലിയ സ്ക്രീൻ പ്ലേയിൽ നമ്മൾ ചിന്തിക്കുന്നത്, വലിയ സ്റ്റേജ് ഷോ ആയതിനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ റോളുകൾ മാത്രമാണ് എടുക്കുന്നത്. ചിലപ്പോൾ ദുരന്തം പേറുന്ന ചില റോളുകൾ നമ്മൾക്ക് ജീവിതത്തിൽ പേറേണ്ടി വരുമായിരിക്കും. അതൊരു ഗ്രാൻഡ് സ്കെച്ചിൽ, ഗ്രാൻഡ് ഡിസൈനിൻ്റെ പാർട്ടായിട്ട് അതെടുത്താൽ ചിലപ്പോൾ കുറച്ചുകൂടി അത് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആ കുരിശ് വഹിക്കുവാൻ നമുക്ക് സാധ്യമായി എന്ന് വരും. ഈ അവസരത്തിൽ ഗൂഡല്ലൂർ സെൻറ്റ് മേരീസ് ഇടവകയോട്ടുള്ള എൻ്റെ എല്ലാ ക്രിസ്മസ് ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ അറിയാവുന്നത് പോലെ എനിക്ക് ആ ഇടവകയോട്ടുള്ള ബന്ധം വളരെ പഴക്കം ചെന്നതാണ്. 1991 മുതൽ 94 വരെ ഞാൻ റെഗുലറായിട്ട് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ ഇടവകയുടെ മെമ്പറായിരുന്നു ഞാൻ അവിടെ. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ സംബന്ധിച്ചും ഇടവകയെ സംബന്ധിച്ചും എനിക്ക് നന്മ നിറഞ്ഞ ഒരുപാട് ഓർമ്മകളാണുള്ളത്. ആ ഇടവക എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എനിക്ക് നിങ്ങളോടൊപ്പം ക്രിസ്മസ് ശുശ്രൂഷ ദൈവഹിതമായാൽ നിങ്ങളോടൊപ്പം ക്രിസ്മസ് ശുശ്രൂഷയ്ക്കായി തീരുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നെ ശുശ്രൂഷയെ സംബന്ധിച്ച് ഉണ്ടാവുമല്ലോ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ജീവിതത്തെ കുടുക്കി നിർത്താതെ വലിയൊരു ജീവിത ലക്ഷ്യം ദൈവം തമ്പുരാനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അനേകർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കുവാനുള്ള ഒരു വിളി ജീവിതത്തിൽ അത്തരത്തിലുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നമ്മൾക്ക് സമാധാന വാഹകരാകാം. മറ്റുള്ളവരുടെ ജീവിതത്തെ ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും സ്വാധീനിക്കുവാൻ നമുക്ക് കഴിയും. ഈ ക്രിസ്മസ് കാലം നമുക്ക് അതിന് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാത്യു തോമസ് അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹാദരം അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.